എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കേറ്ററ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇതുവരെ കഴിഞ്ഞ കേറ്ററ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അതിൻ്റെ പ്രൊഫഷണൽ കീ മാത്രമേ ഇതുവരെ പുറത്ത് വിടിയിച്ചിട്ടുള്ളൂ. റെക്ടിഫൈഡ് കീയും വന്നിട്ടില്ല. അപ്പം അതൊരു കേറ്ററ്റ് ഉടനെ തന്നെ വരുന്നതാണ്. ഇനി വരുന്ന ഒരു കേറ്ററ്റിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത അധ്യയന വർഷത്തിന് മുന്നേ വരുന്ന അവസാനത്തെ കേറ്ററ്റാണ് ഇതാ വരുന്ന കേറ്ററ്റ്. അപ്പം LP-UP എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കേറ്ററ്റ് എഴുതാതിരിക്കുന്നവർക്ക് വേറെ കുറേ നഷ്ടങ്ങളുണ്ടാവാം. കാരണം PSCയുടെ തന്നെ പല വിഭാഗത്തിൽ നിന്നുമുള്ള LP-യുടെയും UP-യുടെയും നോട്ടിഫിക്കേഷൻ വരും. NCA പോലുള്ള കാറ്റഗറി, അല്ലെങ്കിൽ SC/ST പോലുള്ള കാറ്റഗറി, അല്ലെങ്കിൽ ചില ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള കേറ്ററ്റ് LP-UP-യുടെ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ വരും. അപ്പം ഇത്തരത്തിലുള്ള കേറ്ററ്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ വരുന്ന കേറ്ററ്റ് എന്തായാലും എഴുതിയെടുക്കുക. ഇത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. അപ്പം നമ്മൾ എല്ലാ തവണയും കേറ്ററ്റ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറേ വീഡിയോസ് കാണും. ഇതൊരു പക്ഷേ കുറച്ച് ലെന്തുള്ള വീഡിയോ ആയിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു 15 മിനിറ്റായാലും 30 മിനിറ്റായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം ഉണ്ടാവും എന്നുള്ളത് 100% ശരിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോകൾ മണിക്കൂറോളം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കാണും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള വീഡിയോ കാണുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടുതൽ കാര്യത്തിലോട് ഞാൻ പോകുന്നില്ല. നമ്മൾ ഇത്തവണ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്തവണ ഇതുവരെയും നിങ്ങൾക്ക് കേറ്ററ്റ് കിട്ടാത്തത്. നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, നല്ല രീതിയിൽ എക്സാം ണ്ടായിരിക്കാം, 1-2 മാർക്കിനെ പോയവരും ഉണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെയും കേറ്ററ്റ് കിട്ടാത്തത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്ന കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് കാര്യങ്ങൾ, നമ്മൾ ഒരു ബ്ലൂ പ്രിൻറ്റ്, നമുക്ക് എന്ത് പഠിച്ചാലും നമുക്കതിലൊരു ബ്ലൂ പ്രിൻ്റ് അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ. ഓക്കെ, നമ്മൾ റാങ്കിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ടെസ്റ്റുകളല്ലല്ലോ. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മുടെ കേറ്ററ്റിൻ്റെ ഒരു സക്സസ് ഘടകമായിട്ട് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി വരുന്ന എക്സാമിന് നമുക്ക് ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കേറ്ററ്റ് നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് എന്നത് ഈ പറയുന്ന കേറ്ററ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊന്നാണ് ഇനി വരുന്ന എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായ എക്സാമിൻ്റെ പ്രധാന ചലഞ്ചസ് എന്ന് പറയുന്നത്, നമുക്കൊരു ക്ലിയർ സ്റ്റഡി പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ക്ലിയർ സ്റ്റഡി പ്ലാൻ. ഒരു സ്റ്റഡി പ്ലാൻ ഇല്ല എന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മൾ വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, രാത്രി കുത്തിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. രാവിലെ 4 മണിക്ക് എണീക്കുക, 5 മണി വരെ പഠിക്കുക, അതല്ല സ്റ്റഡി പ്ലാൻ. പഠിത്തത്തിനൊരു ഒരു രീതിയുണ്ട്. ഇന്ന സബ്ജക്റ്റ്, ഇന്ന ടോപ്പിക്ക്, ഇത്ര മണിക്കൂർ, ഇന്ന ദിവസം പഠിക്കുക, ഇന്ന ദിവസം അതിൻ്റെ റിവിഷൻ നടത്തുക, അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഇന്ന സമയത്ത് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ട് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്റ്റഡി പ്ലാനാണ്. സ്റ്റഡി പ്ലാനിൻ്റെ ഒരു അഭാവമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇഷ്യൂ ആണ്. കോൺഫിഡൻസ് ഇഷ്യൂ എന്ന് നമുക്കൊരു ആത്മധൈര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇതില്ല. അതായത് നമ്മൾ കുറേ തവണ കേറ്റിട്ട് എഴുതും, 5, 6, 7 തവണ എഴുതും. ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ 500 രൂപയും 1000 രൂപയും കൊടുത്ത് അപ്ലൈ ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, ഇത്തവണ ഇനി കിട്ടില്ല, അല്ലെങ്കിൽ ഇത്തവണ ആവശ്യമെന്ന് വിചാരിച്ചപ്പോൾ ദൈവമേ ഇത്തവണ കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുക. അതൊരു കോൺഫിഡൻസ് കുറവാണ്. നമ്മൾ ഒരുപാട് തവണ ഒരു കാര്യം ചെയ്ത് പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് തുടങ്ങി 15 പ്രാവശ്യം എഴുതിയവരും 20 പ്രാവശ്യം എഴുതിയതും 6 പ്രാവശ്യം എഴുതിയവരും 5 പ്രാവശ്യം എഴുതിയവർക്കും കോൺഫിഡൻസ് നഷ്ടപ്പെടും. കാരണം ഞാൻ കുറേ പ്രാവശ്യം എഴുതി മടുത്തുപോയി ടീച്ചറേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഫോൺ വിളിക്കുന്നവരുണ്ട്. അപ്പം ആ മടുത്തു എന്ന് പറയുന്നിടത്താണ് കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്. ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ പഠനത്തെ ബാധിക്കും, നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഘടകത്തെ ബാധിക്കും, തുടർന്ന് നമ്മുടെ റിസൾട്ടിനെയും അത് ബാധിക്കും. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പാടില്ല. അപ്പം എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സ്റ്റഡി പ്ലാൻ. നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകുന്നത്. ഈ പറയുന്ന എല്ലാ ചലഞ്ചസും നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആണ്, പരസ്പരം അത് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വസ്തുത. അടുത്തൊരു കാര്യം ഇൻഎഫക്റ്റീവ് പ്രിപ്പറേഷൻ. അതായത് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നമുക്ക് ഇല്ല എന്നുള്ളത്. നമുക്ക് സ്റ്റഡി പ്ലാൻ മാത്രം ഉണ്ടായാൽ പോരാ, അതൊരു എഫക്റ്റീവായിട്ടുള്ള പ്രിപ്പറേഷനോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഎഫക്റ്റീവ് ഓഫ് ദ പ്രിപ്പറേഷൻ, നമ്മൾ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നടക്കാത്തത് തന്നെയാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മൾ ഡീപ്പായിട്ട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക എന്നുള്ളതും കാണാതെ പഠിക്കുക എന്നുള്ളതും വ്യത്യാസമുണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ നമ്മൾ വിന്നറായിരിക്കും, റിസൾട്ട് വരുമ്പോൾ നമ്മൾ വിന്നറായിരിക്കും, സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയാൽ എക്സാം ഹാളിൽ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും, റിസൾട്ട് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുമായിരിക്കും, വീണ്ടും നമ്മളൊരു കേറ്ററ്റിനെ തേടിപ്പോവും. അപ്പം
അത് പാടില്ല. ഇനി മറ്റൊരു ഘടകമെന്ന് പറയുന്നത് ടെസ്റ്റ് ടേക്കിംഗ് ആങ്സൈറ്റി. അതായത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്തുണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടാവും അല്ലേ. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ആങ്സൈറ്റി ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ പറയുന്ന ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷനും അതിൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് ലെവൽ കുറയുക, അതിന് മുകളിലുള്ള ലാക്ക് ഓഫ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ ഇല്ലായ്മ, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ എക്സാം ഹാളിലുണ്ടാകുന്ന ടെൻഷനുള്ള കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കറക്റ്റ് സ്റ്റഡി പ്ലാൻ എടുത്തു, ഒരു പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുന്നേ പഠിച്ചു. 90 മാർക്ക് വേണം കേട്ടോ. ഒരു ദിവസം 1 മാർക്കിനെങ്കിലും പഠിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ഒരു ദിവസം 1 മാർക്കിനെങ്കിലും പഠിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി 82 മാർക്ക് കിട്ടുന്നവർക്കായിക്കോട്ടെ, ഇത് ഒരു ദിവസം 82 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ വേണം. നിങ്ങൾ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ 30 ദിവസം കൊണ്ട് അങ്ങ് എല്ലാം പഠിക്കാമെന്ന് വിചാരിക്കും. അവിടെ ലാക്ക് ഓഫ് നമുക്ക് ടൈം വളരെ കുറവാണ്, നമ്മുടെ എഫക്റ്റീവ്നെസ് കുറവാണ്, സ്റ്റഡി പ്ലാൻ ഒന്നും പറ്റില്ല അവിടെ. നമുക്ക് ഈ വന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാതിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും തിരക്കുകളുണ്ടാവുക, മറ്റ് എക്സാം ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തിരക്കുകളുണ്ടാവുക. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ പഠിച്ചു തുടങ്ങി, അതൊരു സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചു തുടങ്ങി, കോൺഫിഡൻസ് നമുക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് കോൺഫിഡൻസ് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പം നമ്മൾ എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൊണ്ടുവരും. ഈ നമ്മൾ പഠിച്ചതെല്ലാം തീർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പുതിയ രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് കൊണ്ടുവരാം, റിവിഷൻസ് കൊണ്ടുവരാം. അതെല്ലാം വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് എക്സാം സെൻറ്ററിലെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ടെൻഷനായിട്ട് എത്രയോ മാർക്ക് 1, 2 മാർക്കിന് കയറ്റിട്ട് പോകുന്നത് ചുരുക്കം ചിലർക്കല്ല, അത് പലർക്കും അങ്ങനെ പോകുന്നത്. അത് ടെൻഷനാണ്, ആങ്സൈറ്റി നമുക്കവിടെ ഉണ്ടാവും അല്ലേ. നമുക്കവിടെ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. അപ്പം നമ്മൾ ഒന്ന് കറുപ്പിക്കണ തെറ്റിപ്പോവും. ഈ സബ്ജക്റ്റ് തന്നെ കറുപ്പിക്കാതെ വന്നിട്ടുള്ള എത്രയോ പേരുണ്ട് ഈ ടെൻഷൻ കൊണ്ട്. അപ്പം അവിടെ നമ്മൾ കറുപ്പിക്കുന്ന എ പോയിട്ട് ബി കറുപ്പിക്കും, 15ാമത്തെ ബി ആണെങ്കിൽ 16ാമത്തെ ബി നമ്മൾ കറുപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ടെൻഷൻ. പിന്നെ നമ്മൾ സൈക്കോളജി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ 100 ടെൻഷനായിരിക്കും. അങ്ങനെ കുറേ മാത്സ് നമുക്ക് ടെൻഷൻ്റെ പേര് നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് അറിയാമെന്നുള്ള സയൻസ് അവിടെ പോവും, അറിയാമെന്നുള്ള സോഷ്യൽ സയൻസ് അവിടെ പോവും. പിന്നെ മലയാളത്തിൽ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തലയിൽ ഒന്നും കയറില്ല. ഇങ്ങനെ 100 ടെൻഷൻസാണ് നമ്മൾ ഈ പറയുന്ന ഒരു എക്സാം ഹാളിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കോൺഫിഡൻസ് ലെവലും എഫക്റ്റീവായിട്ടുള്ള ലേണിങ്ങും അതുവഴി എക്സാം ഹാളിൽ ഒരു കോൺഫിഡൻസും കൊണ്ടുവരും. ഇതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന എക്സാമിന് നമ്മൾ ഓവർകം ചെയ്യേണ്ട കുറേ ടിപ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം എന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയാം മാത്സ് നമ്മളെടുക്കും. മാത്സിന് നമുക്ക് കാറ്റഗറി 1ൻ്റെ കാര്യത്തിലാണെങ്കിൽ മാത്സിന് എത്രയാണ്? 30 മാർക്ക്. കാറ്റഗറി 2ന് മാത്സിന് 30 മാർക്കാണ്. ഈ മാത്സിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കൂ. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ്. പ്രസൻറ്റേജ് എന്ന് പറയുന്ന ഏരിയ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ക്ലോക്കിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. ഇനി നമുക്ക് സംഖ്യാശ്രേണിയിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ് അല്ലേ. പിന്നെ നമ്മൾ ട്രിഗ്നോമെട്രി, ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും ഒക്കെ നമ്മൾ വിസ്തീർണവും ചുറ്റളവൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന കുറേ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. അതാണ് ബ്ലൂ പ്രിൻ്റ്. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ EVS എടുത്ത് നോക്കാം. EVS എടുത്ത് നോക്കുമ്പം EVSൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ്, EVS നമുക്ക് ചോദിക്കുന്ന ചോദ്യം സോളാർ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് EVS എല്ലാവർക്കും കഷ്ടമായിരിക്കും. കാരണം EVS ആയിരിക്കും നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നത്. EVS ഒരിക്കലും കുത്തിയിരുന്ന് പഠിക്കരുത്. ഞാൻ EVS എടുക്കുന്ന ടീച്ചറാണ്, പക്ഷേ ഒരിക്കലും EVS കുത്തിയിരുന്ന് പഠിക്കരുത്. കാരണം നമുക്ക് പഠിക്കാനായിട്ട് ബ്ലൂ പ്രിൻ്റ് അടിസ്ഥാനത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യം EVSനില്ല. ഒരു 15-16 മാർക്കാണ് EVSന് വരുന്നത്. നമ്മൾ ഈ 2 മാസം EVS പഠിക്കും. എന്നിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് സൈക്കോളജി അവിടെ കൂടെ വായിക്കും. പിന്നെ മാത്സ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ കൂടെ ഫോർമുലയൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ മലയാളം അറിയാമല്ലോ, അവിടെ വേണത് ഗദ്യവും പദ്യവും ആണല്ലോ. 10 മാർക്ക് കിട്ടുമെന്ന് കാൽക്കുലേറ്റൊക്കെ ചെയ്ത് നമ്മൾ പോവും. അപ്പോൾ അങ്ങനെയല്ല, EVS കുത്തിയിരുന്ന് പഠിക്കേണ്ട. അപ്പോൾ EVSൽ സോളാർ സിസ്റ്റത്തിൽ നിന്ന് 1 മാർക്ക് ഉറപ്പാണ്. പിന്നെ വൈറ്റമിൻസിൽ നിന്ന് 1 മാർക്ക് വരും. ഉത്തോലകത്തിൽ നിന്ന് 1 മാർക്ക് വരും. പിന്നെ നമ്മളൊരു 30-40 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ദിവസം വരും. വനദിനം, ജലദിനം, തണ്ണീർത്തട ദിനം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 മാർക്ക് വരും. പിന്നെ ഈ പറയുന്ന ഇതുപോലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ അത് ഇതിൽ ഉൾപ്പെടുത്താം. ഇതല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ രണ്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താണ്, നമ്മളെ ജലത്തിൽ നിന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ജലത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃഷിയിൽ നിന്നൊരു ചോദ്യം ചോദിക്കും. ക്യൂണിക്കൾച്ചർ എന്തോന്നാണ്, എപ്പിക്കൾച്ചർ എന്തോന്നാണ് അല്ലേ, അങ്ങനെ ഒരു ചോദ്യം. പിന്നെ രോഗങ്ങളിൽ നിന്നൊരു ചോദ്യം. അപ്പം ഇങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്നുള്ളത് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. ഇപ്പോൾ ഞാൻ EVSൻ്റെയും ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിനും ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. അപ്പോൾ കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ആയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ബ്ലൂ പ്രിൻ്റ്. ഞാനൊരു കാര്യം പറയാം, കാറ്റഗറി 2 സോഷ്യൽ സയൻസ് കാറ്റഗറി 2 എഴുതുന്നവരാണെങ്കിൽ
നിങ്ങൾക്ക് ഇതുവരെ മാത്സും സയൻസും എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ സോഷ്യൽ സയൻസ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പേര് ഇതുവരെ കിട്ടാത്തൊരു സോഷ്യൽ സയൻസ് ഒന്ന് കിട്ടിപ്പോയിട്ടുണ്ട്. കാറ്റഗറി 2 സോഷ്യൽ സയൻസ് എന്നിവരൊന്ന് ശ്രദ്ധിച്ചോ. എവിടെ നിന്നൊക്കെ മാർക്ക് വരും നിങ്ങൾക്ക് പഠിച്ചവർക്കൊക്കെ അറിയാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ 1, 2, 3, 4 അല്ല ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടാവും. പിന്നെ ഒരു മാർഗോ ഒന്നിലധികം മാർഗോ വരുന്ന ഒരു ഭാഗമാണ് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. പിന്നെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, അതായത് ഗാന്ധിജി ഇന്ത്യയിലോട്ട് വന്നത് 1917 തൊട്ട് വന്നത് 15-നാണ്. പക്ഷേ അദ്ദേഹം ആദ്യത്തെ സമരത്തിൽ പങ്കെടുത്ത ചമ്പാരൻ സത്യാഗ്രഹം 1917-ആണ്. 17 തൊട്ട് 1947 ഇടയിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരും. അത് കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നവർക്ക് വേറെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട രീതിയും അതിൻ്റെ എവിടെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു ബ്ലൂ പ്രിൻ്റ് ഉൾപ്പെടുത്തി പഠിക്കുക. ഇതാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാം, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുക, കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക എന്നുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്ന ആ രീതിയിൽ അത് കഴിഞ്ഞ് ഓക്കെ. അടുത്ത് വന്നിട്ട് എന്താ ഇനി വരുന്ന എക്സാമിന് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കോൺസ്റ്റൻസി ആയിട്ട് നമുക്കൊരു ഇങ്ങനത്തെ സ്റ്റഡി ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് ആണ് വേണ്ടത്. ഒരു മാസ്റ്റർ ബ്ലൂ പ്രിൻ്റ് അത്യാവശ്യമാണ്. ബ്ലൂ പ്രിൻ്റ് എടുത്തനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ വരുന്ന ആഗസ്റ്റ് 15, അതായത് നാളെ ആഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് 50% ഓഫറിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ വരുന്ന നവംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ നവംബറിലായിരിക്കും എക്സാം ഉണ്ടാവുന്നത്. ഡിസംബർ അവസാനത്തോടെ എക്സാം ഉണ്ടായിരിക്കും. ആ ഒരു എക്സാമിനോട് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റ് കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂ പ്രിൻ്റ് വെച്ച് മാത്രം നമ്മൾ കുട്ടികൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് തവണ എഴുതി ഫെയിലായവർക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബ്ലൂ പ്രിൻ്റ് കോഴ്സ്. ഇപ്പം അതിന് ഇന്നും നാളെയും കൂടെ 50% ഓഫറും ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു എക്സാമിന് ഓവർകം വേണ്ടത്? ആങ്സൈറ്റി മാനേജ് ചെയ്ത് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് മാസ്റ്റർ കീ ബ്ലൂ പ്രിൻ്റ് വെച്ച് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മളൊരു പഠനം മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേറ്ററ്റിനെ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് ഒന്ന് മാറ്റിപ്പിടിക്കാം. അതായത് നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ഫസ്റ്റ് പ്ലാന് എൻ്റെ അവസാനത്തെ കേറ്ററ്റായിരിക്കും ഇതെൻ്റെ അവസാനത്തെ കേറ്ററ്റായിരിക്കുമെന്ന് മനസ്സിലുറപ്പിക്കാം. ഇതെൻ്റെ അവസാനത്തെ കേറ്ററ്റായിരിക്കും. ഇനി ഞാൻ കേറ്ററ്റിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം കേറ്ററ്റ് 1, 2 എഴുതുന്നവർക്ക് ഇതുവരെ 10,000 രൂപ കൂടുതൽ നമ്മൾ പരീക്ഷ ഫീന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു 500 രൂപ ചിലവാക്കി പഠിച്ചിട്ടുണ്ടവരും ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഇതെൻ്റെ അവസാനത്തെ കേറ്ററ്റാണ്, ഞാൻ ഇതിന് വേണ്ടി ചിലവഴിക്കും, ഇത് എനിക്ക് കിട്ടിയിരിക്കും എന്നൊരു ചിന്ത. ആ ഒരു നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. നമുക്ക് ഇത്തവണ കേറ്ററ്റ് വേണം എന്നുള്ളത്. രണ്ടാമത്തത് നേരത്തെ പഠിച്ചു തുടങ്ങുക. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 വർഷം മുന്നേ ഒന്നും പഠിക്കുന്നില്ല. 3 മാസം മുമ്പ് ഇനി അടുത്ത കേറ്ററ്റ് വരുമ്പോൾ 3 മാസം മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. ഒരു ദിവസം ഒരു മാർക്കിനെങ്കിലും വേണ്ടി പഠിക്കുക എന്നുള്ള കാര്യം. 2, നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പ്രാക്ടീസ് ടെക്സ്റ്റ്, ബ്ലൂ പ്രിൻ്റ്, അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊണ്ടുവരിക. ഇതെല്ലാം നമ്മുടെ ലേണിംഗ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനെ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ കേറ്ററ്റ് എക്സാമിലോട്ട് പോകേണ്ടത്? അതായത് നമ്മളതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കുക. എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മളെ ടൈം മാനേജ് ചെയ്യുക. നമുക്കിപ്പം ഒരു ദിവസം നമുക്ക് 1 മണിക്കൂറായിരിക്കും ചിലർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ആ ഒരു ടൈമിനെ നമ്മളെങ്ങനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ചിലർക്ക് 2 മണിക്കൂർ. ഇനി ഇപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ കിട്ടുന്നവരാണെങ്കിൽ 1 മണിക്കൂർ ഉറക്കത്തിൽ കുറയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ 1 മണിക്കൂർ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് വെച്ച് ദിവസം 2, 3 മണിക്കൂർ ഇതിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം, കാം മൈൻഡ് ഫോക്കസ് ആയിട്ട് പഠിക്കുക. നമ്മൾ റിലാക്സ് ചെയ്ത് പഠിക്കുക. ഇത്തവണ കേറ്ററ്റ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായി, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് കേറ്ററ്റ് അടുത്ത തവണ കിട്ടൂലെന്ന് ഉറപ്പുണ്ടോ? ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കേറ്ററ്റ് കിട്ടൂലെന്ന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കിട്ടും. അപ്പം നമുക്ക് ആ കോൺഫിഡൻസ് വന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കാമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് റിലാക്സ് ആയിട്ട് ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ട് അടുത്ത് വരുന്ന കേറ്ററ്റ് നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ കേറ്ററ്റിൻ്റെ സിലബസ് അറിയാം, നമുക്ക് അതിന് അഡാപ്റ്റിൻ്റെ സ്ട്രാറ്റജീസ് അറിയാം, അതുപോലെ ഡിറ്റർമിനേഷൻ എങ്ങനെ കൊടുക്കുമെന്ന് അറിയാം, എന്തൊക്കെ പ്ലാനിങ് ആണുള്ളതെന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ബ്ലൂ പ്രിൻ്റ് എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്നുള്ള അറിയാം. എക്സാമിൻ്റെ സ്ട്രക്ചറും സിലബസും ടൈം മാനേജ്മെൻറ്റും നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അതനുസരിച്ചായിരിക്കും. അപ്പം നമ്മൾ ഇത്തവണ എന്ത് ചെയ്യും?
നമ്മളെ കേറ്ററ്റ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരായാലും നിങ്ങൾ ഇവിടെ പഠിക്കുന്നവരായാലും നിങ്ങളുടെ മനസ്സിലൊരു കാര്യം വേണം, ഇത് എൻ്റെ അവസാനത്തെ കേറ്ററ്റാണ്, ഞാൻ ഇനി ഒരു കേറ്ററ്റ് എഴുതില്ല, അതിനുള്ള ഇടം ഞാൻ വരുത്തില്ല, ഉറപ്പായിട്ട് ഞാനിത് പഠിക്കും. വീട്ടിലൊക്കെ ധൈര്യമായിട്ട് പറയും, വീട്ടിലൊക്കെ പറയണം. വീട്ടിൽ പറയുന്നൊരു കാര്യം എന്നറിയോ, വീട്ടിൽ അപ്പുറത്ത് ചേച്ചിയെടുത്തൊക്കെ പറയണം എനിക്കിതൊരു കേട്ടിട്ടില്ല, പക്ഷേ ഇത്തവണ ഞാൻ കേട്ടിട്ട് വാങ്ങിക്കും. രണ്ടുണ്ട് കാര്യം, നമ്മളൊന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ്. ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറയാം, അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പൈസ വാങ്ങിക്കുന്നത് പറയുക, ഇതിൻ്റെ അവസാനത്തെ കേട്ടിട്ടാണ് നോക്കിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ അങ്ങ് പറയുക. അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞു പോയി, ഒന്നുമില്ലെങ്കിൽ നമ്മൾ 18 വയസ്സ് കഴിഞ്ഞവരാണല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, പറയുക, എല്ലായിടത്തും പറയുക ഞാൻ കേട്ടിട്ട് എത്താണ്, ഞാൻ കേട്ടിട്ട് കിട്ടും. ഇനിയിപ്പോൾ ആ കേട്ടിട്ട് കിട്ടിയില്ല എന്നുള്ള നാണക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ട, അല്ലെങ്കിലും പറയുക, നാണം കിട്ടല്ലേ, നമ്മൾ എന്തായാലും നാണം കിട്ടും, ഒരിക്കൽ കൂടെ നാണം കിട്ടുക വെച്ച് പറയുക, ഇത്തവണ എനിക്ക് കേട്ടിട്ട് കിട്ടണം. അപ്പം കിട്ടും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു പോയല്ലോ പഠിക്കണമല്ലോ എന്ന ചിന്തയെങ്കിലും നമുക്ക് വരും. ഓക്കെ, നമ്മളെ ഗോൾസ് നമുക്ക് അങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ കരിയർ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് സക്സസ് ആവണ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് വന്ന് പറയുക, നിങ്ങൾ കേട്ടിട്ട് കിട്ടി ടീച്ചറേ എന്ന് വന്ന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എന്നെ പറയുക. നമ്മുടെ ആ ഒരു നമ്മളെ വിജയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളെ ഈ ഒരു കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കുറേ തവണ എഴുതിയിട്ടുള്ളതായിരിക്കും. നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് വേണ സമയത്ത് നിങ്ങൾ ആദ്യം അടുത്തിരിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, ഹസ്ബൻഡാണെങ്കിൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, അമ്മ അച്ഛൻ എല്ലായിടത്തും കെട്ടിപ്പിടിക്കും. അന്ന് നമ്മൾ വളരെ വളരെ സന്തോഷത്തോടെ നമ്മൾ ഫുഡ് കഴിക്കും. ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടായി, ഇപ്പോഴാണ് ഞാൻ പഠിച്ച BEdനും കേറ്റിനും ഒരു ഫലം ഉണ്ടായത് എന്ന ചിന്ത വരും. അല്ലെങ്കിൽ ഇതൊക്കെ സർട്ടിഫിക്കറ്റ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അതിനൊരു സംശയവും വേണ്ട. ഒരു സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് പോകണമെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോകണമെങ്കിലും ഇപ്പോൾ അവർ ചോദിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എന്താ ക്വാളിഫിക്കേഷൻ? ഞാൻ BSc BEd ആണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അയ്യോ, അതുള്ളവർക്കാണ് പ്രയോറിറ്റി. ഇത് നമ്മൾ സ്ഥിരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തവണത്തെ കേറ്റിട്ട് എഴുതിയെടുക്കും, സെലിബ്രേറ്റ് ചെയ്യും. അപ്പം ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകൾ ബ്ലൂ പ്രിൻ്റോട് കൂടി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവർ ഉണ്ടെങ്കിൽ മാത്രം, ഇതൊരു നിർബന്ധവുമില്ല. വളരെ കേട്ടിട്ടില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് അവസാനത്തെ കേറ്റിട്ടായിട്ട് കാണുക. നമ്മുടെ ക്ലാസ്സുകൾ നാളെ സ്റ്റാർട്ട് ചെയ്യണം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അതിൽ വാട്സപ്പിലോ കോളിലോ ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.